ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ.എ. ബാബു, KSFE ഡയറക്ടർ ടി. നരേന്ദ്രൻ, റിലയബിൾ ഫിസിക്കൽ സർവീസസ് MD ജിജോ തോമസ് എന്നിവർ. ആദ്യം ശ്രീ കെ.എ. ബാബു, RBIയുടെ റിപ്പോ നിരക്ക് കുറവ് വിവിധ വായ്പാ നിരക്കുകളിൽ എന്ത് മാറ്റമുണ്ടാക്കും? ഇത്തവണത്തെ ഒരു ഡിസിഷൻ, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ, സാധാരണ നമ്മൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കുറഞ്ഞ ഒരു ഡിസിഷനാണ് സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത്തവണ RBIയുടെ ഡിസിഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചേക്കാൾ ഒരു പടി മുന്നിലായിട്ടുള്ള ഒരു ഡിസിഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത്തവണ എടുത്തിരിക്കുന്നത്. ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു കുറവുണ്ടാകുമെന്ന് പൊതുവെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. ഇൻഫ്ലേഷന്റെ റേറ്റ് 3.16%, 3.2% എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റിലേക്ക് കുറഞ്ഞു വന്നിരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ 4% എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അഭികാമ്യം എന്ന് പറയുന്ന 4%നേക്കാൾ കുറഞ്ഞ റേറ്റിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് റേറ്റ് കുറയ്ക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ മാനേജ്മെന്റും ലിക്വിഡിറ്റി മാനേജ്മെന്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്കിനും അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കും തീരുമാനങ്ങൾ എടുക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രോത്തിലേക്ക് ഉള്ളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻസ് എടുക്കണം എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മാറിയ ഡയറക്ഷണൽ ചേഞ്ച് ആണ്. നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാനമായിട്ടും ലിക്വിഡിറ്റിയിലെയും ഇൻഫ്ലേഷനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത സമയത്ത് കൂടുതലായിട്ട് തന്നെ നമുക്കൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് കൂടെ അല്ലെങ്കിൽ സർക്കാരിനോട് കൂടെ ഫിസ്ക്കൽ പോളിസിയോട് കൂടെ ഒരു ഗ്രോത്ത് പാർട്ട്ണർ ആവാം എന്നുള്ള രീതിയിൽ തെറ്റില്ല എന്നുള്ളൊരു സമീപനത്തിലേക്ക് ഒരു ഡയറക്ഷണൽ അപ്രോച്ചിൽ ഡിഫറൻസ് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാൻ ഇത്തവണ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലായിരുന്നെങ്കിൽ 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണ് വന്നത്. പുതിയ ഗവർണർ വന്ന് ഉത്തരവാദിത്തം എടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലാണ് 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വന്നത്. അത് അന്ന് 25 ബേസിസ് പോയിന്റിന്റെ ഒരു കുറവ് കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിനുള്ള സാഹചര്യങ്ങൾ അത്ര പൂർണ്ണമായിട്ട് അനുകൂലമല്ലായിരുന്നു കാരണം. പക്ഷെ എന്നാലും പുതിയ ഗവർണർ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായത്. അതേസമയം ഏപ്രിൽ മാസത്തിലേക്ക് വന്നപ്പോൾ 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വരുത്തി. അങ്ങനെ 50 ബേസിസ് പോയിന്റ് ഈ ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 2 മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ കുറവ് വരുത്തി. ഇപ്പോൾ നമ്മൾ 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അത് 50 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു ആ കുറവ് വരുത്തിയിരിക്കുന്നതിന്റെ ഒരു റാഷണലിലേക്ക് ഞാൻ ഡിസ്കഷൻ കൊണ്ടുപോകുന്നില്ല. അതേസമയം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 50 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ബാങ്ക് പലിശയിൽ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ബാങ്ക് പലിശയിൽ 50 ബേസിസ് പോയിന്റ്സിന്റെ തന്നെ കുറവ് തീർച്ചയായിട്ടും വരുത്തുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ ജനുവരി മാസത്തെയും 25 ബേസിസ് പോയിന്റും ഏപ്രിൽ മാസത്തിലെ 25 ബേസിസ് പോയിന്റും ഇപ്പോൾ എടുത്തിരിക്കുന്ന 50 ബേസിസ് പോയിന്റ്സ് അടക്കം 100 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് ബാങ്കിൽ നിലവിൽ ലോൺ എടുത്തിരിക്കുന്ന ആളുകളുടെ തവണയിൽ കുറവ് വരും. അതുപോലെ തന്നെ പുതുതായിട്ട് ലോൺ എടുക്കുന്ന ആളുകൾക്ക് ബാങ്ക് യുക്തമായിട്ടുള്ള 50 ബേസിസ് പോയിന്റ്സ് തന്നെ കുറച്ച് കൊടുക്കണമെന്നില്ല, യുക്തമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കുറവ് അങ്ങനെ ബാങ്കുകൾക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇതിന്റെ കുറവ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമോ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ എപ്പോഴും ഒരു പ്രസക്തമായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ആ കാര്യം കൊണ്ട് ഡിസ്കസ് ചെയ്യാം അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേറ്ററി ഡയറക്ഷൻ അനുസരിച്ച് തന്നെ ഈ ബാങ്കുകൾക്കും അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു റിപ്പോ റേറ്റിൽ ഒരു കുറവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത് ഇടപാടുകാരിലേക്ക് കൊടുക്കാൻ ഒരു 90 ഡേയ്സിന്റെ വിൻഡോ ഉണ്ട്. 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തു തുടങ്ങിയിരിക്കുന്ന ബാങ്കുകൾ അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ 3 മാസം വരെയുള്ള വിൻഡോ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ചില ബാങ്കുകൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു കുറവ് ആളുകളിലേക്ക് കൊടുക്കുക. 60%ഓളം ബാങ്ക് ലോണുകളാണ് ഇന്ന് നമ്മൾ റിപ്പോ റേറ്റ് ആയിട്ട് ഇന്ത്യയിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 60%ഓളം ബാങ്ക് വായ്പകളാണ്. അപ്പൊ ഈ 60% ബാങ്ക് വായ്പകൾക്കാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി 40% ബാങ്ക് വായ്പകൾ MCLR-ലും മറ്റു ബെഞ്ച് മാർക്കുകളിലാണ് കിടക്കുന്നത്. പക്ഷെ അവിടെയും അതിന്റെ ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ശരി.